നമസ്കാരം ശ്രീലെ. നമസ്തേ പ്രശാന്ത്. ശ്രീലെ, നമ്മുടെ കേരളം വീണ്ടും ഒരു പ്രളയത്തെ അഭിമുഖീകരിക്കുകയാണ്. ഇത് 2018 തുടങ്ങിയ പ്രതിഭാസമാണ്. അതിനു മുമ്പ് ചെറിയ തോതിലൊക്കെ ഈ കാലാവസ്ഥാ വ്യതിയാനം നമ്മളെ ബാധിച്ചിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 2026 ഈ പ്രളയ സമാനമായ സാഹചര്യം നേരിടുന്നതിൽ സർക്കാരിന് പരാജയം സംഭവിച്ചോ, സർക്കാരിന് വീഴ്ചയുണ്ടായോ? കാരണം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് കാര്യങ്ങളിൽ ഇടപെട്ട് ഒരു ഏകോപനം ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എന്ന് പരക്കെ ആക്ഷേപമുണ്ട്. പ്രതിപക്ഷം ഇത് ഒരു വലിയ ആയുധമാക്കി മാറ്റിയിരിക്കുന്നു. വാസ്തവത്തിൽ എന്താണ് ഈ പ്രളയക്കെടുതി നേരിടുന്നതിൽ കേരള സർക്കാരിന് സംഭവിച്ചത്? നമ്മുടെ റവന്യൂ വകുപ്പിനും ഡിസാസ്റ്റർ മാനേജ്മെന്റിനും ഒക്കെ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? 10 മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു, 10 പേരെ കാണാനില്ല. കേരളത്തിൽ ഇപ്പോ BJP നേതാവ് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പുറത്ത് LDF വലിയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു ഈ വിഷയം ചൂണ്ടിക്കാണിച്ച്. ഒപ്പം മുഖ്യമന്ത്രിക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉയരുകയാണ്. എന്താണ് ഇവിടെ വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത്? നമുക്കറിയാം, പ്രളയം എന്ന് പറയുന്നത് നേരത്തെയും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ പ്രളയവും ഈ പ്രളയവും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. അന്നുണ്ടായ പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഹൈക്കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത അമിക്കസ് ക്യൂറി അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും പറഞ്ഞിട്ടുള്ളത് ഈ പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന് തന്നെയാണ്. അതിനുശേഷം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നാൽ വലിയ മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് 2 മന്ത്രിമാർ തമ്മിലുള്ള വലിയ തർക്കങ്ങൾക്കിടയിൽ പുറത്തു വരികയും ചെയ്തു. നമുക്കറിയാം, കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും തമ്മിലുള്ള തർക്കങ്ങൾക്കിടയിൽ ഇത് പറഞ്ഞുകൊണ്ടാണ് മാത്യു ടി തോമസിനെ മന്ത്രിപദത്തിൽ നിന്ന് മാറ്റി കൃഷ്ണൻകുട്ടി കയറിയിരിക്കാൻ ശ്രമിച്ചത്. അതിന്റെ ഒരു ഓഡിയോ ഇപ്പോ പുറത്തു വന്നിട്ടുണ്ട്. ആ ഓഡിയോയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഡാമുകളിലെ മണൽ വാരാതെ ഇട്ടിരുന്ന് അവസാനം വെള്ളം ഉൾക്കൊള്ളാനുള്ള ശേഷി ഡാമുകൾക്ക് ഇല്ലാതെ വന്നപ്പോൾ തുറന്നു വിടുകയായിരുന്നു. എല്ലാ ഡാമും കൂടി ഒരുമിച്ച് തുറന്നു വിട്ടപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടായത്. മേരിമാത എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് എന്ന് ഒരു ആ ഓഡിയോ പുറത്തു വന്നത് നമ്മളെവരും കേട്ടതാണ്. പക്ഷെ അന്നും ഇന്നും തമ്മിൽ പ്രകടമായ വ്യത്യാസമുള്ളത്, അന്ന് LDF ഭരണത്തിലിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ LDFന്റെ കുറെ ആൾക്കാർ അന്ന് രക്ഷാപ്രവർത്തനം എന്ന പേരിൽ അന്ന് DYFI ഒക്കെ രംഗത്തിറങ്ങിയിരുന്നു. അതുപോലെ തന്നെ സേവാഭാരതി സജീവമായി രംഗത്തുണ്ടായിരുന്നു. ഇപ്പോ നമുക്കറിയാം, കോൺഗ്രസുകാർ അധികാരത്തിൽ വരുമ്പോ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഉടയാത്ത ഖദറാണ് കോൺഗ്രസിന്റെ മുഖമുദ്ര തന്നെ. എല്ലാ നേതാക്കന്മാരും ഉടയാത്ത, അഴുക്ക് പരളാത്ത, എന്നാൽ കീറിപ്പറിഞ്ഞ ചില ആൾക്കാരൊക്കെ ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ കീറിപ്പറിഞ്ഞ ഖദറായിരുന്നെങ്കിൽ ഇപ്പൊ അതൊക്കെ മാറിയിരിക്കുന്നു. കീറിപ്പറിഞ്ഞ ഖദർ കാണാനില്ല. ഇപ്പൊ കാണുന്നതെല്ലാം വളരെ ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഖദറുകളാണ്. അപ്പൊ ഈ ഖദറുകൾ ഉടയാൻ വലിയ ബുദ്ധിമുട്ടുള്ളവരാണ് ഈ പറയപ്പെടുന്ന കോൺഗ്രസുകാർ. ഒരിടത്തും ഒരു പ്രവർത്തനവും നടത്താതെ ജാതി മത ആനുകൂല്യങ്ങൾ കൊണ്ട് മാത്രം എപ്പോഴും രാഷ്ട്രീയത്തിൽ വരുന്നവരാണ്. പ്രീണനം കൊണ്ട് മാത്രം, അതുകൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരാണ്. പ്രവർത്തനമൊന്നുമില്ല. ഒരു തരത്തിലുള്ള പ്രവർത്തനവും നമ്മളാരും കാണുന്നില്ല. കോൺഗ്രസിന്റെ നല്ലൊരു സമരം നടത്താനുള്ള കപ്പാസിറ്റി ഇല്ല. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, ഇപ്പൊ ഒരു പ്രളയം ഉണ്ടാകുന്നു. ആ പ്രളയം നേരിടുന്നതിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു. ഉരുൾപൊട്ടലിന്റെ ഫലമായി പ്രളയം എന്ന് പറയാൻ പറ്റില്ല, വെള്ളം കയറിയിരിക്കുന്നു എല്ലാ സ്ഥലത്തും. പക്ഷേ അത് വലിയ നാശനഷ്ടം, റാന്നി, ആറന്മുള അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു മിന്നൽ പ്രളയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് വിഷ്ണുനാഥ് ഒക്കെ പറയുന്നത്. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴും അവിടെ വേണ്ട രീതിയിൽ അവരെ പുനരധിവസിപ്പിക്കാനോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്താനോ രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളത് സർക്കാരിന്റെ പരാജയം തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കറിയാം, ഈ മുഖ്യമന്ത്രി വന്ന ശേഷം ഈ പൂക്കി മുഖ്യമന്ത്രിയുടെ ഹണിമൂൺ പീരീഡ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പോഴും ആ ഭരണത്തിന്റെ ഹണിമൂൺ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം മലപ്പുറത്ത് ഉച്ചഭക്ഷണം കഴിക്കാനായി പോയത്. അതായത് നീറോ ചക്രവർത്തിയെ പോലെ റോമൻ നഗരം കത്തിയെരിയുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയെ അനുസ്മരിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തി എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പിന്നെ നമ്മളിവിടെ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ കാലത്ത്, ഇടതുപക്ഷം ഇപ്പോൾ പലരെ കൊണ്ടും പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത് പിണറായി വിജയനാണ് ശരി എന്നുള്ളതാണ്. പിണറായി വിജയനാണ് ശരി എന്ന് പറയുമ്പോൾ പ്രളയ ദുരിതാശ്വാസ ഫണ്ടുകളും പ്രളയ ദുരിതാശ്വാസവുമായി വന്ന സാധനങ്ങൾ പോലും അടിച്ചു മാറ്റിയ അവസ്ഥ നമ്മൾ കണ്ടതാണ്.
അതെ കോവിഡും അതുപോലെ തന്നെ പ്രളയവും ഒക്കെ രാഷ്ട്രീയ ആയുധങ്ങളായി ഉപയോഗിക്കുകയായിരുന്നു CPM എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കോവിഡിന്റെ കാലത്ത് അതിനുശേഷം ഡാറ്റ വിൽപ്പനയും സ്പ്രിംഗ്ലറും ഒക്കെ വന്നെങ്കിൽ അതിനു മുമ്പ് കോവിഡിന്റെ PPE കിറ്റ് മുതൽ അടിച്ചുമാറ്റി വിറ്റ കഥകളും അടിച്ചു അതെ മാറ്റിയതും വില കൂട്ടിയെടുത്തതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ ഇവരിൽ ആരായിരുന്നു ശരി എന്ന് ചോദിച്ചാൽ രണ്ടുപേരും ശരിയല്ല എന്ന് പറയാൻ കഴിയും. ഇപ്പോ ഇനീഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട് കോൺഗ്രസിന്റെ അഴിമതി നമ്മൾ കാണുന്നില്ല. കോൺഗ്രസ് ഭരണത്തിലിരുന്ന സംസ്ഥാനങ്ങളിലെല്ലാം നടത്തിയിട്ടുള്ള, കേന്ദ്രത്തിൽ നടത്തിയിട്ടുള്ള വലിയ വലിയ അഴിമതികൾ, ആ അഴിമതികൾ കൊണ്ട് അല്ലെങ്കിൽ അഴിമതി ഇല്ലാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഭരിക്കുന്നു എന്ന് നമുക്ക് പറയാനും കഴിയില്ല. കാരണം കോമൺവെൽത്ത് ആണെങ്കിലും 2G സ്പെക്ട്രം സ്കാം ആണെങ്കിലും അങ്ങനെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരിച്ചാലും എവിടെയൊക്കെ ഭരണം നടത്തിയാലും അവിടെയെല്ലാം നടത്തിയ അഴിമതി കൊണ്ടാണ് കേന്ദ്ര ഭരണത്തിൽ നിന്ന് തന്നെ പുറത്താവാനുള്ള കാരണമുണ്ടായത്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോ അഴിമതി പറയാനുള്ള സമയമായിട്ടില്ല. നമ്മളിപ്പോ 10 വർഷം കൊണ്ടാണ് പിണറായി വിജയനെ അഴിമതിയും മറ്റു പ്രശ്നങ്ങളും ആരോപിക്കുന്നതെങ്കിൽ അതിനുള്ള സമയമായിട്ടില്ല. പക്ഷേ ആദ്യമായി ഉണ്ടാകുന്ന ഭരണം കിട്ടിയ ശേഷം ആദ്യമായി ഉണ്ടാകുന്ന ഒരു ഡിസാസ്റ്റർ എന്ന രീതിയിൽ അതിനെ പോലും ഫലപ്രദമായി മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഭരണം മുന്നോട്ട് പോവുക? ഇപ്പൊ തന്നെ നമുക്കറിയാം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി തിരുവനന്തപുരത്തിരുന്ന് ഏകോപനം നടത്തി എല്ലാ ആൾക്കാരെയും ഏകോപിപ്പിച്ചുകൊണ്ട്, എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തേണ്ടതാണ്. ഇന്നലെ എനിക്ക് തോന്നി പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണെന്ന് തോന്നുന്നു BJP പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എല്ലാവരും രംഗത്തിറങ്ങണം, എല്ലാവരും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമാകണം എന്ന് BJPയുടെ ഭാഗത്തു നിന്നും ഒരു സർക്കുലർ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ BJP സജീവമാകുമ്പോൾ ഈ കുഴപ്പങ്ങൾ അധികം ഉണ്ടാവില്ല. കാരണം BJPയും RSSും ഒക്കെ ഇറങ്ങിയാൽ, സേവാഭാരതി, RSS, BJP ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായി ഇവർക്ക് സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത്, സർക്കാർ എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും പരാജയപ്പെട്ടു പോയിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വയനാട്ടിലാണെങ്കിലും ഓരോ സ്ഥലത്തും വലിയ പ്രതിസന്ധികൾ, പല സ്ഥലങ്ങളിലും വയനാട്ടിലെ കാര്യങ്ങൾ നമുക്കറിയാം. വയനാട്ടിൽ ഉണ്ടായ അപകടത്തെക്കുറിച്ച് നമുക്കറിയാമായിരുന്നു, ദുരന്തത്തെക്കുറിച്ച് നമുക്കറിയാം. അതിനുശേഷം ഇപ്പൊ ഇടുക്കി, അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ല, ആലപ്പുഴ ജില്ല ഒക്കെ ഒരു ത്രെട്ടിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതിനെ ഫലപ്രദമായി അവിടെ നിന്നുള്ള ആൾക്കാരെ ഒഴിപ്പിക്കുകയും ഇവാക്യുവേഷൻ വളരെ ഭംഗിയായി നടപ്പിലാക്കുകയൊക്കെ ചെയ്യേണ്ട സമയത്ത് വീണ്ടും വീണ്ടും അതിന് ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുന്ന ഈ നിലപാടാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ജനങ്ങൾ പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, രക്ഷാപ്രവർത്തനത്തിന് തന്നെ ആരും വരുന്നില്ല, കഴിഞ്ഞ പ്രളയം പോലല്ല എന്ന് എല്ലാവരും പറയുന്നത് കൊണ്ടാണ് പിണറായി വിജയൻ അതിന് അഡ്വാൻറ്റേജ് എടുക്കാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ പ്രളയകാലത്ത് പിണറായി വിജയനോ LDFോ അല്ല, അതിനേക്കാൾ ഉപരി ഭംഗിയായി പ്രവർത്തിച്ചത് സേവാഭാരതിയാണ്. അന്ന് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ ഏറ്റുവാങ്ങേണ്ടി വന്നതും സേവാഭാരതിക്കാണ്. സേവന പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ഏകോപിപ്പിച്ചത് സേവാഭാരതിയായിരുന്നു. സേവാഭാരതിയുടെ പ്രവർത്തകർക്ക് ജീവൻ അർപ്പിക്കേണ്ടി വന്ന സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അതെ. അപ്പൊ നമുക്കിതിൽ നിന്ന് വ്യക്തവും കൃത്യമായി മനസ്സിലാക്കുന്നത് സർക്കാർ പരാജയമാണെന്ന് തന്നെയാണ്. സർക്കാർ ഈ ദുരന്ത നിവാരണ രംഗത്ത് പകച്ചു നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുരന്തത്തെ നമുക്ക് തടയാൻ വലിയ രീതിയിൽ കഴിയുകയൊന്നുമില്ല. കാരണം പ്രകൃതി അത്തരത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു. അത്തരത്തിലാണ് കഴിഞ്ഞ കുറെ നാളുകളായി പ്രകൃതിയെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ കുമ്മനം രാജശേഖരൻ പറഞ്ഞ ആറന്മുളയിൽ വിമാനത്താവളം കൂടി വന്നിരുന്നുവെങ്കിൽ വലിയ പ്രശ്നമാകരുതായിരുന്നു. ഉണ്ടായ തണ്ണീർത്തടങ്ങളാണ് ഇപ്പോൾ ഉള്ള ഇത്രയുമെങ്കിലും തടഞ്ഞു നിർത്തിയെന്നാണ്. അപ്പൊ പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്ത് ഒരു അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രകൃതി ദുരന്തത്തെ തടയാൻ നമുക്ക് കഴിയില്ല. പക്ഷെ പ്രകൃതി ദുരന്തം വരുമ്പോൾ ജനങ്ങളെ രക്ഷിക്കാനും അവിടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും കഴിയും. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു PC ജോർജിന്റെ ഒക്കെ ഈരാറ്റുപേട്ടയിലെ വീട് ഒക്കെ നഷ്ടപ്പെട്ടു. 40 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അദ്ദേഹം അത് ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെ ഒന്നും ഉപയോഗിച്ചില്ല. ഇത് സാധാരണഗതി വരുന്നതാണോ? വീടില്ലാത്തവര് വീട് നഷ്ടപ്പെടുമ്പോൾ ഞാൻ എന്റെ വീടിനെ കുറിച്ച് എന്ത് പറയാനാണെന്നാണ് അദ്ദേഹം, ഞാൻ ഏറ്റവും നന്നായി കേട്ടൊരു കമന്റ് ആയിരുന്നു അടുത്ത കാലത്ത്. നല്ല പ്രതികരണമായിരുന്നു. എല്ലാവർക്കും വീട് നഷ്ടപ്പെടുമ്പോൾ, ജീവിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെടുമ്പോൾ ഞാൻ എന്റെ 30-40 ലക്ഷം രൂപയുടെ നഷ്ടത്തെ കുറിച്ച് പറയേണ്ടതില്ല എന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചത് നമ്മൾ കണ്ടതാണ്. ഏതായാലും നമുക്ക് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റിയിരിക്കുന്നു. സർക്കാരിന്റെ ദുരന്ത നിവാരണ രംഗത്തെ പ്രവർത്തനങ്ങൾ താളം തെറ്റിയെന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നു പലരും ആദ്യഘട്ടത്തിൽ മന്ത്രിമാരായവരാണ്. ഇപ്പൊ VD സതീശനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ രമേശ് ചെന്നിത്തല ആദ്യ സമയത്ത് തന്നെയാണ് അദ്ദേഹം ആദ്യ മന്ത്രിയാണ്, മുഖ്യമന്ത്രിയാവുകയാണ്. മന്ത്രി പോലും ആകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയാവുകയാണ്. അപ്പൊ നമുക്കറിയാം പല മന്ത്രിമാരും, ഇപ്പൊ വിഷ്ണുനാഥ് അടക്കമുള്ളവർ എല്ലാം പുതിയ മന്ത്രിമാരാണ്. അപ്പൊ അതിൻ്റെതായ ഒരു പരിചയക്കുറവുണ്ടാകും.
അവിടെ പരിചയമുള്ളത് രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമാണ്. അപ്പോ ആ പരിചയസമ്പന്നതയായിരുന്നു ഒരു പക്ഷേ മുതലാക്കേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ തൂഫാനും ഒക്കെയായി മുഖ്യമന്ത്രിയേക്കാൾ കുറച്ചുകൂടി ആൾക്കാർ അറിയുന്ന രീതിയിൽ, ജനങ്ങൾക്ക് അക്സെപ്റ്റൻസ് കിട്ടുന്ന രീതിയിൽ അദ്ദേഹം അത് ഭംഗിയായി മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹമാണ് സത്യം പറഞ്ഞ ഇപ്പൊ മുഖ്യമന്ത്രി എന്നതിനേക്കാൾ ഉപരി വി ഡി സതീശനെ ആൾക്കാർ അറിയുന്നതിൽ കൂടുതൽ രമേശ് ചെന്നിത്തലയാണ് ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടൊക്കെ ജനങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നതും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോ തീർച്ചയായിട്ടും ഈ രംഗത്ത് ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ പരാജയമാണെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും ഈ ഘട്ടത്തിൽ. എന്തായാലും ഈ ഇടതുപക്ഷവും പിണറായി വിജയനും ഇതിനെ മുതലെടുക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നു. മറ്റൊരു പ്രശ്നം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ചും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും ശക്തമായ മഴ ഉണ്ട്. നമുക്കറിയാം ആസാമിലൊക്കെ വലിയ ദുരന്തമാണ് അവിടെ സംഭവിച്ചത്. ഒരുപാട് പേര് ആ ദുരന്തത്തിന് ഇരയായി എന്നുള്ളതാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഏതാണ്ട് 7 സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ല. എന്താണ് ഈ കേരളത്തെ കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയതാണ്, മനഃപൂർവ്വം അവഗണിച്ചതാണെന്നൊക്കെ ഇടതുപക്ഷമൊക്കെ ആരോപിക്കുന്നുണ്ട്. പക്ഷെ അങ്ങ് നമുക്കറിയാം, മുമ്പും കേരളത്തെ അങ്ങനെ ഒഴിവാക്കാനോ കേരളത്തെ അവഗണിക്കാനോ ഒന്നും കേന്ദ്ര സർക്കാർ അങ്ങനെ തയ്യാറായിട്ടില്ല. പിന്നെ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കിടാൻ കഴിയുമോ? അതായത് നമുക്കറിയാമല്ലോ, ഒരു ധാരണ കേന്ദ്രത്തിന് വേണം. പ്രളയത്തിന്റെ ഒരു വ്യാപ്തി, പ്രളയത്തിന്റെ കെടുതി എത്രമാത്രം ഉണ്ട് എന്ന് അറിയാനുള്ള ഒരു സാധ്യതയെങ്കിലും ഉണ്ടാവണം. എനിക്ക് അറിയില്ല സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നീക്കം നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇല്ല, ഒരു നീക്കവും നടത്തിയിട്ടില്ല. അതാണ് പറയുന്നത്. വാർത്തയിൽ കണ്ട് ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാരിന് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ എവിടെയെങ്കിലും ഒരു വാർത്തയിൽ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദുരിതാശ്വാസം അനുവദിക്കാൻ കഴിയില്ലല്ലോ. അല്ലെങ്കിൽ അത്രയും മാസീവായ ഒരു ഇതുണ്ടായി എന്ന് ബോധ്യപ്പെടണം. ഇപ്പൊ 2-3 ജില്ലകൾ നടക്കുന്നു, 10 മരണം ഉണ്ടാകുന്നു. അപ്പോൾ അത് ദേശീയ ദുരന്തം എന്ന രീതിയിലേക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ല. നമുക്കറിയാം അങ്ങനെ ഒരു ക്ലോസ് ഇല്ല എന്ന് നമുക്കറിയാം. പിന്നെ ധനസഹായമാണ്. ഒരിക്കലും കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ ഒരാവശ്യങ്ങൾക്കും ഈ CPM-ഓ അല്ലെങ്കിൽ ഇടതുപക്ഷമോ പറയുന്നത് പോലെയല്ല ഇന്ന് വരെ ഒരാവശ്യത്തിനും നേരെ മുഖം തിരിഞ്ഞു നിന്നിട്ടില്ല. പണം കിട്ടിയിട്ടില്ല എന്ന ഇവരുടെ വ്യാജ നറേറ്റീവുകൾ ഒരിക്കൽ നിർമ്മലാ സീതാരാമൻ പൊളിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. മാധ്യമങ്ങളെ നിർത്തിക്കൊണ്ട് നിങ്ങൾ TV ക്യാമറകൾ ഓഫ് ചെയ്യരുത്, ഞാൻ പറയുന്നത് മുഴുവൻ സംപ്രേഷണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ കണക്കുകളും പറഞ്ഞ കാര്യം നമുക്കറിയാം. അപ്പൊ ഇവരുണ്ടാക്കുന്ന വ്യാജ നറേറ്റീവാണ്. ഇവിടെ കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇത്രയധികം ദുരിതങ്ങളുണ്ട്, ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് അറിയിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. സർക്കാർ അറിയിച്ചിട്ട് കിട്ടാത്തതാണെങ്കിൽ നമുക്ക് അപ്പോൾ പറയാം. ഇത് സർക്കാർ അറിയിച്ചു എന്ന് നമുക്കറിയില്ല. അറിയിച്ചതാകാനുള്ള സാധ്യതയില്ല. കാരണം അദ്ദേഹം വിരുന്നുണ്ട് നടക്കുകയാണല്ലോ, മലപ്പുറത്ത് പോയി വിരുന്നുണ്ടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നടക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അതിനുള്ള സമയം കിട്ടിയോ എന്ന് അറിയില്ല. ഇനി അങ്ങനെ അറിയിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാമോ എന്നും അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, പരിചയസമ്പന്നത ഇല്ലായ്മ ഒരു വലിയ കുറവായി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായിരിക്കാം ഒരു പക്ഷെ, അതുമാകാം. എന്തായാലും ഇപ്പൊ മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തമുഖത്ത് സജീവമായി നിൽക്കേണ്ട മുഖ്യമന്ത്രി എവിടെയാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം എവിടെയാണ്? ഏതെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിയോ? ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ലൈറ്റും വെള്ളവും പോലും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ വലിയ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പത്രങ്ങളിലും ചാനലുകളിലും എല്ലാം വാർത്ത വരുന്നുണ്ട്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വെട്ടവും വെളിച്ചവുമില്ല, കുടിവെള്ളം ലഭിക്കുന്നില്ല, ഞങ്ങൾക്ക് സുരക്ഷിതമായി, അതായത് ജീവനും കയ്യിൽ പിടിച്ചാണ് അവർ ഓടി വന്നത്, പക്ഷെ അവിടെ പോലും സുരക്ഷിതമായി കഴിയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല, അവിടെയും ഈ വെള്ളപ്പൊക്ക ഭീഷണിയുണ്ട്, ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ വരുന്നത്. അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് വാർത്തകൾ വരുന്നത്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ ഇന്നലെയൊക്കെ തിരുവനന്തപുരത്ത് BJP-ക്കാര് പൊഴിയൂരാണെന്ന് തോന്നുന്നു കാണാൻ പോയപ്പോ അവിടെ നിന്ന് എല്ലാവരും പറയുന്നുണ്ട് MP-യെ കാണാനില്ല, എവിടെയാണ് MP എന്നറിയില്ല. ഒരു ദുരിതാശ്വാസ മുഖത്തേക്ക് ഇവരാരും എത്തുന്നു പോലും ഇല്ല എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഇതൊക്കെ ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട MP-യും MLA-യും എല്ലാം ചേർന്ന് ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിച്ചുകൊണ്ട് ജനപ്രതിനിധികൾ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട സമയമാണ്. ആ സമയത്ത് മുഖ്യമന്ത്രി അടക്കം ജനങ്ങളോട് ഇല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയല്ല ഭരണം കൊണ്ടുപോകേണ്ടത്. അതെ, കേരളത്തിലെ ജനങ്ങള് 102 സീറ്റിൽ വിജയിപ്പിച്ചാണ് UDF-നെ അധികാരത്തിൽ കയറ്റിയത്. ആ ജനങ്ങളോട് കൃത്യമായിട്ടും അതിന്റെ നന്ദി കാണിക്കാൻ, പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിലൊക്കെ UDF-ന് വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. ഈ വന്യമൃഗശല്യവും പ്രളയവും എല്ലാം ജനങ്ങളെ വലിയ രീതിയിൽ LDF-ൽ നിന്ന് അകറ്റുകയും UDF-ലേക്ക് അടുപ്പിക്കുകയും ചെയ്തതാണ്. അത് ചൂഷണം ചെയ്തുകൊണ്ടാണ് UDF വിജയിച്ചു വന്നത്. ഇനി
ആ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യത കൂടി സർക്കാർ നിറവേറ്റേണ്ടതാണ്. അല്ലാത്ത പക്ഷം LDF കിട്ടിയതിനേക്കാൾ വലിയ തിരിച്ചടിയായിരിക്കും UDF വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ. അതിനിപ്പോ സമീപകാലത്തൊന്നും തെരഞ്ഞെടുപ്പില്ല, പക്ഷെ ജനം ഇതൊന്നും മറക്കുമെന്ന് കരുതണ്ട. അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടിയായിരിക്കും കിട്ടുന്നത്. നന്ദി, നമസ്കാരം.